ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു നൻസു ഡോക്സ്. സോ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സ്റ്റഡി വ്ളോഗായിട്ടാണ്. ഞങ്ങൾക്കിപ്പോൾ സെമസ്റ്റർ എക്സാംസ് നടക്കുകയാണ്. ഇന്നൊരു എക്സാം കഴിഞ്ഞു. ഇന്ന് രാവിലെ ക്ലിനിക്കൽ എക്സാം ആയിരുന്നു. ഇനി ഇപ്പം ഞങ്ങൾക്ക് എക്സാം ഉള്ളത് മറ്റന്നാളാണ്. അത് അപ്ലൈഡ് എക്സാം ആണ്. അപ്ലൈഡ് എക്സാം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഈ ഒരു സെമ്മിലെ ഏറ്റവും ടഫസ്റ്റ് സബ്ജക്റ്റ് ആണ് അപ്ലൈഡ്. എന്നിട്ട് ആ ഒരു അപ്ലൈഡ് എക്സാമിന് ഞങ്ങളുടെ കോളേജുകാർ തന്നത് വെറും ഒരു ദിവസമാണ് പഠിക്കാൻ. ഇന്ന് രാത്രിയും നാളെ ഒരു ദിവസം. കുറേ ഉണ്ട് പഠിക്കാൻ. ഞാൻ പറഞ്ഞല്ലോ, ഏറ്റവും ടഫസ്റ്റ് ആയിട്ടുള്ള സബ്ജക്റ്റ് ആണ്. അപ്പോൾ കുറേ ക്വസ്റ്റ്യൻസും. ഇപ്പം രാത്രി സമയം എത്ര മണിയായിരിക്കും? ഒരു 10:30 കഴിഞ്ഞിട്ടുണ്ടാവും. ആക്ച്വലി ഇന്നത്തെ എൻ്റെ ഗോൾ എന്ന് പറയുന്നത് 1 മണിക്ക് മുമ്പ് 10 മാർക്കിന്റെ 8 ക്വസ്റ്റ്യനും 5 മാർക്കിന്റെ 10 ക്വസ്റ്റ്യനും തീർക്കണം എന്നാണ്. മിക്കവാറും നടക്കില്ല. ടെക്സ്റ്റ് ബുക്സ് ഒക്കെ എടുത്തുകൊണ്ടാണ് ഞാൻ വന്നേക്കുന്നത്. ടെക്സ്റ്റ് ബുക്കിൽ തന്നെയാണ് കുറേയൊക്കെ മാർക്ക് ചെയ്ത് പഠിക്കുന്നത്. പിന്നെതാ ഇവിടെ ടിക്കറ്റ് പോകാനായിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നോട്ട്സിന്റെ പ്രിന്റ് ഉണ്ട്. പിന്നെ എൻ്റെ പൗച്ചും. ഓക്കെ, ഞാൻ 1 മണിക്ക് മുമ്പ് ഇത് തീർത്താൽ ഐ വിൽ ഡെഫിനറ്റ്ലി ലെറ്റ് യു നോ. Our first topic is capnography. Hours later. ഇപ്പൊ സമയം 1 മണിയായിട്ടുണ്ട്. ആൻഡ് 18 ക്വസ്റ്റ്യൻ പഠിക്കാമെന്ന് പറഞ്ഞാൽ ഞാനിപ്പോഴും 4 ക്വസ്റ്റ്യൻ മാത്രമേ പഠിച്ചിട്ടുള്ളൂ. ജസ്റ്റ് ഇമാജിൻ, ഞാൻ അതിന്റെ പകുതി പോലും ഞാൻ ഇപ്പോഴും പഠിച്ചിട്ടില്ല. Annoying roommate. ആക്ച്വലി ഞാൻ കഷ്ടപ്പെടാത്തതിൻ്റെ അല്ല, ഈ ക്വസ്റ്റ്യൻസിൻ്റെ പ്രോബ്ലമാണ്. ബിക്കോസ് എത്ര പഠിച്ചിട്ടും നമുക്ക് തലയിൽ കയറുന്നില്ല. അപ്പോൾ പിന്നെ നമ്മൾ എന്ത് ചെയ്യാനാണ്? നാളെ രാത്രി എന്തായാലും എനിക്ക് ഉറക്കമില്ല എന്ന് എനിക്ക് ഉറപ്പാണ്. ഇനി എൻ്റെ സ്ലീപ്പ് ടൈമാണ്. ഞാൻ സ്ലീപ്പ് ഒരിക്കലും കോംപ്രമൈസ് ചെയ്യാത്തൊരു വ്യക്തിയാണ്. ബൈ, ഗുഡ് നൈറ്റ്, സീ യു ടുമാറോ. നമസ്കാരം. കറൻ്റ്ലി ടൈം ഈസ് 9:45 ആൻഡ് ഞാൻ ഇന്നലെ കിടന്നപ്പം കുറേ വൈകിട്ടുണ്ടായിരുന്നു. 2 മണി വരെ ഇരുന്ന് പഠിച്ചു. ആൻഡ് ടുഡേ മോർണിംഗ് I couldn't even get up from my bed and somehow I got up. ഞാൻ പോയി ഫുഡ് കഴിച്ചു. ഇപ്പോഴാണ് ഞാൻ പഠിക്കാതിരിക്കുന്നത്. ആദ്യമായിട്ടാണ് ഞാനൊരു എക്സാമിന് ഇത്ര അധികം പേടിക്കുന്നത്. ബിക്കോസ് എനിക്ക് എൻ്റെ ഉള്ളിൽ തന്നെ ഇങ്ങനെ ഫീൽ ചെയ്യുന്നു, എന്തായാലും പഠിച്ചു കഴിയൂല എന്ന്. അപ്പോൾ നോർമലി എല്ലാ എക്സാമിനും എനിക്കൊരു ഫീലിംഗ് ഉണ്ടാവും ഉള്ളിൽ, തീരും, ഐ ക്യാൻ മാനേജ് സംഹൗ. പക്ഷെ ആദ്യമായിട്ടാണ് ഒരു എക്സാമിന് എനിക്ക് ആ ഒരു ഫീലിംഗേ ഇല്ല. ലൈക്ക് എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റില്ല എന്ന് എനിക്ക് തന്നെ മനസ്സിലായി. നിങ്ങൾക്ക് ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് കണ്ടിട്ട് ബോറടിക്കുന്നുണ്ടോ ഗൈസ്? ഞാൻ കുറച്ച് കഴിയുമ്പോൾ പുറത്തിറങ്ങി പഠിക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് വേറൊരു ബാക്ക്ഗ്രൗണ്ട് കാണാം. ബൈ, പഠിച്ചിട്ട് വരാം. നമസ്കാരം ഗൈസ്. ടൈം ഇപ്പോൾ എത്ര മണിയാണ്? 11:30 കഴിഞ്ഞു. ആൻഡ് സ്റ്റിൽ ഐ ഹാവ് ടു സ്റ്റഡി ആൻഡ് ഐ ഹാവ് ടു ഡു റിവിഷൻ. ഐ ഹാവ് ടു റൈറ്റ് എക്സാം ടുമാറോ മോർണിംഗ്. ക്ലോക്കിംഗ്. ഐ ഡോണ്ട് നോ ഹൗ ഐ വിൽ ഡു ദാറ്റ്. ഐ ഡോണ്ട് നോ, എനിക്ക് ഒട്ടും അറിയില്ല എങ്ങനെ ചെയ്യുമെന്ന്. ആൻഡ് ഇഫ് യു വാണ്ട് ടു സീ അവർ പ്രോഗ്രസ് പേപ്പർ, ദിസ് ഇസ് എക്സാക്ട്ലി ഹൗ ഇറ്റ് ലുക്സ് നൗ.
സോ സാറ്റിസ്ഫൈങ്. അപ്പോൾ അത്രേ ഉള്ളൂ. ഇനി എൻ്റെ പ്ലാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 1 o'clock വരെ പഠിച്ചിട്ട് ഉറങ്ങണം. അത് കഴിഞ്ഞിട്ട് പിന്നെ എണീറ്റിട്ട് ഒരു 2-3 hours ഉറങ്ങിയിട്ട് പിന്നെ എണീറ്റിട്ട് വീണ്ടും പഠിക്കണം എന്നാണ് എൻ്റെ ഒരു തീരുമാനം. ലെറ്റ്സ് സീ വാട്ട് ഈസ് ഗോയിങ് ടു ഹാപ്പൻ. ഐ ഡോണ്ട് നോ ഇന്ന് എന്താ ഉണ്ടാവാൻ പോണേന്ന്, ബിക്കോസ് ദിസ് ഈസ് ദ ഫസ്റ്റ് ടൈം ഐ ഹാവ് ഹേറ്റഡ് ആൻ എക്സാം ദിസ് മച്ച്. ബിക്കോസ് ഇത്രയധികം പഠിക്കാനായിട്ട് ഞാൻ ഒരു എക്സാമിന് പോലും ഇരുന്നിട്ടില്ല. ഈവൻ ഫാർമക്കോളജി, ദ ടഫസ്റ്റ് സിലബസ്, അതിന് പോലും ആ എക്സാമിന് പോലും ഞാൻ ഇതുപോലെ കഷ്ടപ്പെട്ടിരുന്നിട്ടില്ല. സോ ഐ ഡോണ്ട് നോ വാട്ട് ഈസ് ഗോയിങ് ടു ഹാപ്പൻ ടുഡേ, ബട്ട് ഐ വിൽ അപ്ഡേറ്റ് യു ഗൈസ് ഡെഫിനറ്റ്ലി. Hours later. എങ്ങനെയുണ്ടായി ജാനു എക്സാം? പറ. എൻ്റെ ലൈഫിൽ ഏറ്റവും വേസ്റ്റ് എക്സാം എന്നാണ് ഞാൻ ഇതിനെ പറയാം. എൻ്റെ സ്കൂളിലെ പിന്നെ എൻ്റെ കോളേജിലെ എല്ലാം കൂടെ കമ്പൈൻ ചെയ്ത് നോക്കുമ്പോൾ ഏറ്റവും വേസ്റ്റ് എക്സാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ലൈക്ക് 10 മാർക്കിന് വരേണ്ട ക്വസ്റ്റ്യൻസ് അല്ല 10 മാർക്കിന് വന്നത്. ഓക്കെ, 5 മാർക്കിന് വന്ന ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ എഴുതാനൊന്നുമില്ല, അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആയിരുന്നു. പിന്നെ 3 മാർക്കിന് വന്നത് അതിലും വളരെ മോശമായിട്ടുള്ള ക്വസ്റ്റ്യൻസ്, കുറേയൊക്കെ നമ്മൾ വിചാരിക്കാത്ത സ്ഥലത്തു നിന്നൊക്കെയാണ് വന്നത്. ഇത്രയും നാള് ഈ കോളേജിൽ ഇതെൻ്റെ 5ാമത്തെ സെമ്മാണ്. ഇത്രയും സെമ്മ് ഞാൻ എക്സാം എഴുതിയിട്ടും ഇതുപോലെ നമുക്ക് ഡിസാറ്റിസ്ഫാക്ഷൻ ആയിട്ടുള്ളൊരു പേപ്പർ ഉണ്ടായിട്ടില്ല. എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ഇയർ അനാട്ടമി ആയിരുന്നു ഇതിൻ്റെ കൂടെ എനിക്ക് ഇത്രയും ഡിസാറ്റിസ്ഫാക്ഷൻ ഉണ്ടായിട്ടുള്ള പേപ്പർ. സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര വിഷമമായി. കാരണം ഇന്നലെ ഞാൻ ആദ്യമായിട്ടാണ് എൻ്റെ ലൈഫിൽ ഞാൻ ആദ്യമായിട്ടാണ് ഉറക്കൊളച്ചിരുന്ന ഒരു എക്സാമിന് പഠിക്കണത്. ഞാൻ ആകെ ഇന്നലെ 2 മണിക്കൂറാണ് ഞാൻ ഉറങ്ങിയത്. ഓക്കെ, അത്രയും കഷ്ടപ്പെട്ട് ഉറക്കൊളച്ച് വയ്യാണ്ട് തലയും കറങ്ങി ഒക്കെ പഠിച്ചിട്ടും ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു വന്നത്. എനിക്കറിയായിരുന്നു ലാസ്റ്റ് ഇങ്ങനൊക്കെ ആയിരിക്കും ഇതിൻ്റെ എൻഡിങ് എന്ന്, പക്ഷെ ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല. അപ്പോൾ അതാണ് നമ്മുടെ ഇന്നത്തെ സ്റ്റഡി വ്ളോഗിൻ്റെ എൻഡിങ്. അപ്പോൾ നിങ്ങൾക്ക് ഇനിയും ഇങ്ങനത്തെ ഐ ഹോപ്പ് ദിസ് വാസ് ഫൺ വ്ളോഗ്സ് വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയുക എന്നോട്. പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്താ ചെയ്യാന്നറിയാലോ, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ പറ്റുകയാണെങ്കിൽ ഷെയറും കൂടെ ചെയ്യാം. അപ്പോൾ ദാറ്റ്സ് ഇറ്റ്. നൻസു സൈനിങ് ഓഫ്. ബൈ ബൈ.